ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ ദാസു ഡൈമർ ഭാഷ അണക്കെട്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് ചൈന പിന്മാറി. ഈ മാസം 26-ാം തീയതി ഖൈബർ പക്തൂൺ മേഖലയിൽ ചൈനീസ് പൌരന്മാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 5 ചൈനീസ് പൌരന്മാരും ഒരു പാകിസ്ഥാനി പൌരനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് 1200ഓളം ചൈനീസ് തൊഴിലാളികളാണ് അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഗാസയിൽ ഭക്ഷ്യക്ഷാമം ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ട് ഭക്ഷ്യവസ്തുക്കൾ കാലതാമസമില്ലാതെ എത്തിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. പലസ്തീൻ ജനത ആഴ്ചകൾക്കുള്ളിൽ ഭക്ഷ്യക്ഷാമം നേരിടാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് നിർദ്ദേശം. എന്നാൽ മേഖലയിൽ കര, വ്യോമ, ജലമാർഗം തുടർച്ചയായ സഹായം ഉറപ്പാക്കാൻ പുതിയ വഴികൾ തേടി വരികയാണെന്ന് ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിറിയയിലെ അലപ്പോ പ്രവിശ്യയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 36 സിറിയൻ സൈനികർ ഉൾപ്പെടെ 40 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഉണ്ടായ രണ്ടാമത്തെ ആക്രമണമാണിത്. ലെബനനിലെ ഹിസ്ബുള്ള ഭീകരവാദിയുടെ റോക്കറ്റ് ഡിപ്പോയെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. സെനഗൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബാസിറോ ഡിയോമയെ ഫേയുടെ വിജയം ഭരണഘടനാ സമിതി സ്ഥിരീകരിച്ചു. മാർച്ച് 24 നടന്ന തെരഞ്ഞെടുപ്പിൽ 54.28% വോട്ടുകളാണ് ഡിയോമയെ ഫേയെ നേടിയത്. ഭരണപക്ഷ സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന അമദബ 35.79% വോട്ടുകൾ നേടി. പലസ്തീനിൽ പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചു. 2 ദശകമായി അധികാരം കൈയാളുന്ന പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് മൊത്തം ചുമതല. ദീർഘകാല ഉപദേഷ്ടാവ് മുഹമ്മദ് മുസ്തഫയെ ഈ മാസം ആദ്യം പ്രധാനമന്ത്രിയായി അബ്ബാസ് നിയമിച്ചിരുന്നു. അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടിയ മുസ്തഫ വിദേശകാര്യമന്ത്രിയായും പ്രവർത്തിക്കും.